നമ്മൾ എബ്രായ ലേഖനം 6:1 പറഞ്ഞിരിക്കുന്ന അടിസ്ഥാന ഉപദേശങ്ങളാണ് ധ്യാനിക്കുന്നത്. അതിൽ നമ്മൾ ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്ന വിഷയത്തിലേക്ക് കടക്കുകയാണ്. സ്നാനങ്ങളുടെ ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത് പറഞ്ഞിരിക്കുന്നതാണ് കൈവെപ്പ്. ആ വിഷയമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ഇതധികം ആഴത്തിൽ നമ്മൾ ചിന്തിക്കുകയില്ല. ഈ ഒരാഴ്ച കൊണ്ട് നമ്മൾ ഈ വിഷയം അവസാനിപ്പിക്കും. ഈ കൈവെപ്പെന്ന് പറഞ്ഞ വിഷയം പൊതുവെ ആർക്കും വലിയ അറിവുള്ളൊരു മേഖലയല്ല. പ്രത്യേകിച്ച് ഒരുപാട് വർഷമൊക്കെ വിശ്വാസികളായവരോട് കൈവെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയും, ഒരാൾ പാസ്റ്റർ ആകുമ്പം കൈവെക്കും, അത്രയേ ഉള്ളൂ. അങ്ങനെ കൈവെപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുശ്രൂഷയിൽ ഇറങ്ങുന്നവരെ വേർതിരിക്കുന്ന യോഗത്തിൻ്റെ പേര് കൈവെപ്പ്. അപ്പോൾ ചിലരൊക്കെ മിനിസ്ട്രിയിലൊക്കെ ഇറങ്ങിയവർ ചോദിക്കും, ആരാ നിങ്ങളെ കൈവച്ച് ശുശ്രൂഷയിൽ ഇറക്കിയേ എന്നൊക്കെ ചോദിക്കും. പക്ഷേ അത് മാത്രമല്ല കൈവെപ്പ്. അങ്ങനെ ശുശ്രൂഷയിൽ ഇറങ്ങുന്ന പാസ്റ്റർമാർക്കും പൂർണ്ണസമയ ശുശ്രൂഷകന്മാർക്കും മാത്രമാണ് ഈ വിഷയമെങ്കിൽ അടിസ്ഥാന ഉപദേശമായിട്ട് ഇവിടെ പറയത്തില്ല. അപ്പം അടിസ്ഥാന ഉപദേശമായിട്ട് ഇവിടെ പറയുന്നതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് ഇന്നത്തെ ഈ പഠനം അവസാനിക്കുമ്പം നമുക്കത് വ്യക്തമാകും. പക്ഷേ ഇത് പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഇത് അടിസ്ഥാന ഉപദേശമായിരിക്കുന്നതിന് ഒരു കാരണമുണ്ട്. അത് നമ്മൾ ഇത് പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പുതിയ നിയമത്തിൽ കൈവെപ്പ് എവിടെയൊക്കെ പറഞ്ഞിരിക്കുന്നോ അതെല്ലാം ഒന്ന് ഓടിച്ചു നോക്കി 5 വ്യത്യസ്ത പശ്ചാത്തലങ്ങളിലാണ് നമ്മൾ ഈ കൈവെപ്പ് ശുശ്രൂഷ കാണുന്നത്. അങ്ങനെ കൈവെപ്പ് ശുശ്രൂഷയുടെ ആ ഒരു പ്രസക്തി എന്താണ്, അതിൻ്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ ഉള്ളത് ഈ 5 വിഷയങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഈ കൈവെപ്പെന്ന് പറയുന്നത് പഴയ നിയമത്തിലെ ഉള്ളൊരു കാര്യമാണ്. പഴയ നിയമത്തിലെ വാക്യങ്ങളൊന്നും ഇന്ന് നമ്മൾ എടുത്ത് ധ്യാനിക്കുന്നില്ല. പഴയ നിയമത്തിലും കൈവെപ്പുണ്ട്, പക്ഷേ ഈ പുതിയ നിയമത്തിലെ പോലെ ഇല്ല. പുതിയ നിയമത്തിൽ ഈ നമ്മൾ നോക്കാൻ പോകുന്ന 5 വ്യത്യസ്തമായ ആ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ പുതിയ നിയമത്തിൽ മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ കാണുന്ന വിഷയം കൈവെപ്പ് ശുശ്രൂഷയുടെ 5 അതിൻ്റെ ആ ഫങ്ഷൻ, അതിൻ്റെ ആ ഒരു പ്രസക്തി എന്ന് പറയുന്നത്. ഒന്നാമതായിട്ട് അപ്പോസ്തോലിക സഭ നമ്മൾ നോക്കുമ്പോൾ, അപ്പോസ്തോലിക സഭാചരിത്രം, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ വിശ്വാസികൾ പൊതുവെ ആത്മസ്നാനം പ്രാപിക്കുന്നത് അപ്പോസ്തലന്മാർ തലേ കൈവെക്കുമ്പോഴാണ്. അപ്പോൾ ഈ കൈവെപ്പ് ശുശ്രൂഷയുടെ ഒന്നാമത്തെ ഗുണം, അതിൻ്റെ പ്രയോജനം എന്ന് പറയുന്നത് വിശ്വാസികൾ ആത്മസ്നാനം പ്രാപിക്കുന്നത് കൈവെപ്പ് ശുശ്രൂഷയിലൂടെയാണ്. അതുകൊണ്ടായിരിക്കണം ഈ ലേഖനകർത്താവ് സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് പറഞ്ഞിരിക്കുന്നത് കൈവെപ്പ്. അപ്പോൾ കൈവെപ്പ് നമ്മൾ ഇത്രയും നാളും കണ്ടതുമായിട്ട് ബന്ധമുള്ളതാണ്. ആത്മനിർവ്, ആത്മാവിൻ്റെ സ്നാനം നമ്മളിപ്പോൾ എത്രയോ 6-7 ആഴ്ചകൾ നമ്മൾ പഠിച്ചു. പക്ഷെ എങ്ങനെ ഈ ആത്മസ്നാനം പ്രാപിക്കണ്ടേ? അതിനാണ് ഈ കൈവെപ്പ് ശുശ്രൂഷ. നമുക്ക് ചില വാക്യങ്ങൾ ഓടിച്ചു നോക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 8:16-17. ഇത് നമ്മൾ ഇതിനു മുമ്പേ കണ്ടിട്ടുള്ളതാണ്. ശമരിയയിലെ വിഷയമാണ്. അവിടെ അപ്പോസ്തലന്മാരായ പത്രോസും യോഹന്നാനും കടന്നു ചെന്നതിന് ശേഷം അവർ തലേ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോഴേ അവിടെ ഉള്ളവർക്ക് ആത്മസ്നാനം ലഭിച്ചുള്ളൂ. അപ്പോസ്തല പ്രവൃത്തികൾ 19:6. ഇതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എഫെസോസിലെ കുറെ ശിഷ്യന്മാരെ കണ്ടു, യോഹന്നാന്റെ ശിഷ്യന്മാരെ. അവരെ നേരെ ചൊവ്വേ സ്നാനപ്പെടുത്തിയിട്ട് പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ ആ 12 പേരുടെ മേലും പരിശുദ്ധാത്മാവ് കടന്നു വന്നു. 2 തിമോത്തി 1:6-7. ഇത് മലയാളത്തിൽ വിവർത്തനം ചെയ്തത് കേട്ടാൽ നമുക്ക് എവിടെ പരിശുദ്ധാത്മാവെന്ന് തോന്നും അല്ലേ? ഇവിടെ കൃപാവരം എന്നല്ലായിരുന്നു ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടിയിരുന്നത്. എൻ്റെ കൈവപ്പിനാൽ നിന്നിലുള്ള വരം എന്ന് വേണേൽ പറയാം. പക്ഷെ ആ വരം എന്ന് പറയുമ്പോൾ കൃപാവരങ്ങൾ, നമ്മൾ പഠിച്ച കൃപാവരങ്ങളെ കുറിച്ചല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ആത്മാവെന്ന ദാനത്തെക്കുറിച്ചാണ്. അതെന്താണെന്നുള്ളത് ഇനിയൊരു വാക്യം നമ്മൾ തിമോത്തിയോസിൽ നിന്ന് വായിക്കുമ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കി തരാം. അപ്പോൾ പൗലോസ് തിമോത്തിയോസിന് പറയുകയാണ്, ഞാൻ നിന്റെ മേൽ കൈവച്ചപ്പോൾ നിനക്ക്
ആത്മാവെന്ന ദാനം, ആ വരം നിനക്ക് ലഭിച്ചു. അപ്പം കൊണ്ട് ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് അപ്പോസ്തലന്മാർ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ വിശ്വാസികൾക്ക് ആത്മസ്നാനം ലഭിച്ചു. ഇനി രണ്ടാമത്തെ ഈ കൈവപ്പ് ശുശ്രൂഷ എന്തിനുപയോഗിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആത്മസ്നാനം ലഭിക്കുക മാത്രമല്ല, വിശ്വാസികൾക്ക് എന്ത് ലഭിക്കുന്നു കൈവപ്പ് ശുശ്രൂഷയിലൂടെ? ആത്മാവിൻ്റെ വരങ്ങൾ, അല്ലേ? ആത്മീക വരങ്ങളും ലഭിക്കുന്നതായിട്ട് കാണുന്നു. അതാണ് രണ്ടാമത്തെ പശ്ചാത്തലം. 1 തിമോത്തി 4:13 മുതൽ 15. കണ്ടോ, അവിടെ മൂപ്പന്മാരുടെ കൈവപ്പിനാൽ തിമോത്തിയോസിന് കൃപാവരം ലഭിച്ചെന്ന്. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ വാക്യത്തിൽ പറഞ്ഞു പൗലോസ് കൈവച്ചപ്പെടുന്നു, ഇവിടെ പറയുന്നു മൂപ്പന്മാർ കൈവച്ചപ്പെടുന്നു, അല്ലേ? അപ്പോൾ ഒന്നാമത് 2 തിമോത്തി 1 നമ്മൾ വായിച്ചത് ആത്മസ്നാനം ലഭിച്ചത് പൗലോസ് തിമോത്തിയോസിന്റെ തലയിൽ കൈവച്ചപ്പോഴാണ്. ഇവിടെ തിമോത്തിയോസിന് പറയാണ്, നിന്നെ ശുശ്രൂഷയിൽ ഇറക്കിയപ്പോൾ മൂപ്പന്മാരെല്ലാം നിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ നിനക്ക് കൃപാവരം ലഭിച്ചു. അതെന്ത് ചെയ്യണം? നീ ജ്വലിപ്പിച്ച് ശുശ്രൂഷ ചെയ്യണം. അത് ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. അതിൽ നീ പുരോഗതി പ്രാപിക്കണം, അതെല്ലാവരും കാണണം. കണ്ടോ, അപ്പോൾ നേതാക്കന്മാർ തലയിൽ കൈവച്ചപ്പോൾ ഇവിടെ കണ്ടോ, അപ്പോസ്തലന്മാരല്ല മൂപ്പന്മാരാണ്. ഇപ്പോൾ കൃപാവരങ്ങൾ ലഭിക്കാൻ അപ്പോസ്തലന്മാർ വരണമെന്നൊന്നുമില്ല. ഏതെങ്കിലും ഒരു സഭാ നേതാവ് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചാൽ മതി. അപ്പോസ്തല പ്രവർത്തികൾ 19:6 നമ്മൾ മുമ്പേ വായിച്ചു. അത് പൂർണ്ണമായ വാക്യമല്ല നമ്മൾ വായിച്ചത്. പൂർണ്ണമായ വാക്യം നമുക്കിനി വീണ്ടും വായിക്കാം. അപ്പോസ്തല പ്രവർത്തികൾ 19:6. കണ്ടോ, കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു, ആത്മസ്നാനം വന്നു. അത് മാത്രമല്ല അവിടെ സംഭവിച്ചു. പിന്നെന്ത് സംഭവിച്ചു? അന്യഭാഷയും പ്രവചനവും. അതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. ആത്മാവിൻ്റെ വരങ്ങളാണ് അവയല്ലേ? അന്യഭാഷയും പ്രവചനം, അതും അതിൻ്റെ കൂടെ വന്നു. അപ്പോൾ ആത്മാവ് വരുന്നു, അതിൻ്റെ കൂടെ തന്നെ ആത്മീക വരങ്ങളും കടന്നു വരുന്നു. അപ്പോൾ ശുശ്രൂഷ ചെയ്യുവാനുള്ള കൃപാവരങ്ങളും കൈവപ്പിലൂടെ നമുക്ക് ലഭിക്കുന്നു. ആത്മസ്നാനവും കൃപാവരങ്ങളും. ഇനി മൂന്നാമത്തെ പശ്ചാത്തലം, ഈ കൃപാവരങ്ങളിൽ തന്നെ പ്രത്യേകിച്ച് ഒരു കൃപാവരം നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ കൈവപ്പ് വളരെ അത്യാവശ്യമാണ്. അത് ഏത് കൃപാവരം എന്നറിയാമോ? സൗഖ്യത്തിൻ്റെ കൃപാവരം. അത് നമ്മൾ യേശുക്രിസ്തുവിലും പിന്നീട് അപ്പോസ്തലന്മാരിലും എല്ലാം കാണുന്ന ഒരു കാര്യമാണ്. അവർ സൗഖ്യത്തിൻ്റെ കൃപാവരത്തിൽ നീങ്ങുമ്പോൾ കൈവപ്പ് വളരെ പ്രസക്തമായ ഒരു ശുശ്രൂഷ. കൈവച്ച് യേശുക്രിസ്തു പല രീതിയിലും വ്യക്തികളെ സൗഖ്യപ്പെടുത്തുന്നുണ്ട്. വാക്കുകൊണ്ട്, വെറും തൊട്ടുകൊണ്ട്, അല്ലേ, കൽപ്പിച്ചുകൊണ്ട്, അങ്ങനെ പല രീതിയിലുണ്ട്. യേശു ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ പൊതുവേ നമ്മൾ കാണുന്ന ഒരു കാര്യം, അപ്പോസ്തലന്മാരായാലും യേശുക്രിസ്തുവായാലും കൈവപ്പിലൂടെ സൗഖ്യം കടന്നു വരുന്നു. നിരവധി വാക്യങ്ങളുണ്ട്, നമുക്കെല്ലാം ഒന്ന് ഓടിച്ചു നോക്കാം. മത്തായി 9:18. കണ്ടോ, കൈവച്ചാൽ ജീവിക്കും. അപ്പൊ കണ്ടോ, കൈവപ്പിന്റെ പ്രസക്തി കണ്ടോ. അടുത്ത വാക്യം മർക്കോസ് 6:5. ഏതാനും ചില വ്യക്തികളെ കൈവച്ച് സൗഖ്യപ്പെടുത്തിയത് അല്ലാതെ വേറൊന്നും ചെയ്തില്ല, അല്ലേ? കർത്താവ് അവിടെ ചെന്നപ്പോൾ അവിടെ അവര് സ്വീകരിച്ചില്ല കർത്താവിനെ. എങ്കിലും കർത്താവ് ഒരു അല്പം ചെയ്തു, കൈവച്ച് സൗഖ്യപ്പെടുത്തി എന്നങ്ങ് പറഞ്ഞു പോയില്ല. അവിടെ എടുത്തു പറഞ്ഞിരിക്കുകയാണ് ഈ കൈവപ്പ് ശുശ്രൂഷ. ഇനി ലൂക്കോസ് 4:40. ലൂക്കോസ് 13:10 മുതൽ 13. കണ്ടോ, അപ്പോൾ നേരത്തെ നമ്മൾ ആദ്യം ലൂക്കോസ് 4 വായിച്ചു. രാത്രിയായപ്പോൾ ഭൂതഗ്രസ്തരും സൗഖ്യം വേണ്ട രോഗികളും എല്ലാം കടന്നു വന്നു. എല്ലാവരുടെ മേലും കൈവച്ചവൻ
സൗഖ്യപ്പെടുത്തി. ഇവിടെ ഒരു സഹോദരി, ഒരു ആൻറ്റിയുടെ കാര്യം മാത്രം പറഞ്ഞിട്ടുണ്ട്. യേശു പോയത് സൗഖ്യപ്പെടുത്താനല്ല, ഉപദേശിക്കാൻ പോയതാണ്. ഇതുപോലെ ബൈബിൾ സ്റ്റഡി എടുക്കാൻ പോയതാണ്. പക്ഷെ അവിടെ ഒരു ആൻറ്റി വളരെ നിവരാൻ വയ്യാതെ കൂനിയായിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ അവിടെ ശ്രദ്ധിച്ചു, കർത്താവ് ആദ്യം കൽപ്പിച്ചു നിന്റെ രോഗം മാറട്ടെ, കൽപ്പിച്ചിട്ട് അങ്ങ് പോയില്ല. പിന്നെന്ത് ചെയ്തു? കൈവച്ചപ്പോഴാണ് അവൾ നിവർന്നത്. അപ്പോൾ ആ കൃപാവരത്തിൽ ആ കൈവപ്പിനൊരു വളരെ പ്രസക്തിയുണ്ട് അല്ലേ. ഇനി യേശുക്രിസ്തു വിടാം, അപ്പോസ്തലന്മാരുടെ കാര്യം എടുക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 9:10-12. ആ ആ അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് എന്നൊരു പുരുഷൻ അകത്ത് വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തന്റെ മേൽ കൈവയ്ക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. നമുക്ക് പൗലോസിന്റെ കാര്യം അറിയാം. പൗലോസ് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാനായിട്ട് ദമസ്കോസിലോട്ട് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് സ്വർഗത്തിൽ നിന്നൊരു വെളിച്ചം കണ്ട് അന്ധനായി കുതിരപ്പുറത്തുനിന്ന് വീണ് അല്ലേ. യേശുക്രിസ്തുവിൻ്റെ ഒരു വെളിപ്പാടൊക്കെ കിട്ടി. പക്ഷേ 3 ദിവസം അന്ധനായി പോയി. ഇനി ആ അന്ധത മാറ്റുവാനായിട്ട് കർത്താവ് അയച്ച വിശ്വാസിയാണ്, വെറും സാധാരണ ഒരു വിശ്വാസിയാണ്. അപ്പോസ്തലനോ സുവിശേഷകനെന്നോ ഒരു സ്ഥാനപ്പേരോ ഒന്നും പറയുന്നില്ല അല്ലേ. ഒരു സാധാരണ സഹോദരനാണ് ഈ അനന്യാസ്. അപ്പോൾ ആ അനന്യാസിനോട് പറയുകയാണ്, പോയി അപ്പോസ്തലൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവന് കാഴ്ച ലഭിക്കുമെന്ന്. അപ്പോൾ കണ്ടോ, അപ്പോസ്തലൻ്റെ ആ കാഴ്ച ശക്തി തിരിച്ചു കൊടുത്ത ആ സൗഖ്യം പ്രവർത്തിച്ചത് സാധാരണ ഒരു വിശ്വാസി അല്ലേ. 9:17 പോയി ചെയ്ത കാര്യം. ഇത് ദർശനത്തിൽ കർത്താവ് പറഞ്ഞ കാര്യം, നീ കൽപ്പിച്ച കാര്യം, അത് ചെയ്തതിനെ കുറിച്ചാണ്. 9:17. അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് ആ അവന്റെ മേൽ കൈവച്ചു. ശൗലേ സഹോദരാ, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണൻ ആകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. സൗഖ്യം മാത്രമല്ല സംഭവിക്കുന്നത്, കണ്ടോ, നീ സൗഖ്യപ്പെടുകയും ആത്മപൂർണനാകുവാനും. അപ്പോൾ നമ്മുടെ അപ്പോസ്തലനായ പൗലോസ് ആത്മനിറവ് പ്രാപിച്ചത് എങ്ങനെ? സാധാരണ ഒരു വിശ്വാസി ഒന്ന് തലയെ കൈവച്ചു. അപ്പോസ്തലൻ പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചത് സാധാരണ ഒരു വ്യക്തി. അപ്പം നിങ്ങളെങ്ങാനും പോയായിരിക്കും ആരുടെയെങ്കിലും തലയെ കൈവച്ച് പ്രാർത്ഥിക്കും, അവനായിരിക്കും നാളത്തെ അപ്പോസ്തലൻ. അല്ലാതെ അപ്പോസ്തലന്മാർ വന്നാലേതൊന്നുമില്ല. നമ്മൾ ആരായാലും കർത്താവ് പറയുകയാണ് പോയി തലയെ കൈവെക്കാൻ പറഞ്ഞാൽ കൈവച്ചാൽ അവർ ആത്മനിറവും പ്രാപിക്കും. ഇവിടെ നമ്മൾ രണ്ടും കാണുന്നുണ്ടല്ലേ, ആത്മനിറവും പ്രാപിക്കുന്നുണ്ട്, സൗഖ്യവും പ്രാപിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 28:8 പൗലോസ് സൗഖ്യപ്പെടുത്തിയ ഒരു സംഭവം. ആ 28-ാം അധ്യായത്തിൽ പൗലോസ് കാരാഗ്രഹക്കാരനാണ്. കയ്യിൽ വിലങ്ങൊക്കെ വെച്ച് റോമിലേക്ക് കപ്പൽ യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് അവരൊരു ദ്വീപിലെത്തി, ഒരു തുരുത്തിലെത്തി. അവിടെയാണ് ഒരു വ്യക്തിയുടെ അപ്പൻ അതിസാരം പിടിച്ച് വയ്യാതെ കിടക്കുകയായിരുന്നു. പൗലോസ് പോയി തലയെ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ രോഗം മാറി, സൗഖ്യം വന്നു. ഇത് ചെറിയ ഒരു കൂട്ടം വാക്യങ്ങളാണ്, നിരവധി വാക്യങ്ങളുണ്ട്. അത് മാത്രം വായിക്കുകയാണെങ്കിൽ ഇന്ന് മുഴുവൻ ഇവിടെ ഇരിക്കുക. അത്രയ്ക്ക് വാക്യങ്ങളുണ്ട്, സൗഖ്യവും കൈവപ്പുമായിട്ടുള്ള ബന്ധം സൂചിപ്പിക്കുന്ന വാക്യങ്ങൾ. അപ്പോൾ കണ്ടോ, കൃപാവരം, സൗഖ്യത്തിൻ്റെ കൃപാവരം ഉണ്ടെന്ന് പറയുന്നവർ കൈവെക്കണം അല്ലേ. അപ്പോൾ കൈവപ്പിൻ്റെ 3-ാമത്തെ ഉപയോഗം നമ്മൾ കാണുന്നത് സൗഖ്യത്തിൻ്റെ ശുശ്രൂഷയിലാണ്. ഇനി 4-ാമത്തേത്, ഇതാണ് പൊതുവെ എല്ലാവരും പറയുന്നത്, എന്താണ്? ശുശ്രൂഷയിലേക്ക് വ്യക്തികളെ വേർതിരിച്ച് പ്രതിഷ്ഠിക്കുന്ന ശുശ്രൂഷയിൽ കൈവപ്പ് നമ്മൾ കാണുന്നുണ്ട്. അത് 1-2 വിഷയങ്ങൾ നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. ഒന്നാമതായിട്ട്, ശുശ്രൂഷകന്മാരെ സഭയ്ക്കകത്ത് ശുശ്രൂഷിക്കുവാൻ വേണ്ടി വേർതിരിക്കുന്നതായിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ 6:1-6. അപ്പോസ്തല പ്രവൃത്തികൾ 6:1-6. ആ ഈ യവന ഭാഷക്കാരും എബ്രായ ഭാഷക്കാരും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇത് അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായമാണ്. 10-ാം അധ്യായം കഴിയുമ്പോഴേ ജാതീയരൊക്കെ വരുന്നുള്ളൂ അല്ലേ. 11 ആകുമ്പോഴാണ് അന്ത്യോക്യയിൽ സഭയൊക്കെ വരുന്നത്. അപ്പോൾ ഇത് യഹൂദന്മാർ തന്നെയാണ്, പക്ഷേ എബ്രായ ഭാഷക്കാരും യവന ഭാഷക്കാരും. നമ്മൾ സാധാരണ എബ്രായരും യവനരെന്നൊക്കെ പറയുമ്പോൾ, യവനരെന്ന് പറയുമ്പോൾ ജാതീയരാണെന്ന് ചിന്തിക്കും. ഇവിടെ ജാതീയരല്ല, ഇതെല്ലാം യഹൂദരാണ്, പക്ഷേ
ഒരു കൂട്ടർ മലയാളം പറയുന്നു, ഒരു കൂട്ടർ തമിഴ് പറയുന്നു, രണ്ടും ഇന്ത്യക്കാരാണെന്ന് പറയുന്ന പോലെ രണ്ട് യഹൂദന്മാരാണ്. പക്ഷേ ഒരു കൂട്ടർ യവന ഭാഷ സംസാരിക്കുന്നവരാണ്, മറ്റേ കൂട്ടർ എബ്രായ ഭാഷ സംസാരിക്കുന്നവരാണ്. അപ്പോൾ യവനന്മാരുടെ ഇടയിൽ ഒരു കംപ്ലൈൻറ്റ്, ഞങ്ങളുടെ വിധവമാരെ ഒന്നും നോക്കില്ല, നിങ്ങൾ ഈ എബ്രായ ഭാഷക്കാരല്ലേ. ചില സഭകളിലൊക്കെ ഉണ്ട് ഇംഗ്ലീഷ് സഭക്കാരെ മാത്രം പൊക്കിപ്പിടിക്കും, മലയാള സഭക്കാരൊക്കെ കുറഞ്ഞവർ അല്ലേ. ഇംഗ്ലീഷ് സായിപ്പ്, ഇംഗ്ലീഷ് സഭയിലുള്ളവരെല്ലാം സായിപ്പാണ്, ഈ മലയാളത്തിന് പോകുന്നവന്മാരെന്നുള്ള അല്ലേ. ചില സഭകളിലൊക്കെ അങ്ങനത്തെ വേർതിരിവ് കാണും എന്ന് പറഞ്ഞ പോലെ അവിടെ ഒരു ഇച്ചിരി പെറുപെറുപ്പുണ്ടായി. അപ്പം എന്ത് സംഭവിച്ചു? ഈ പന്തിരുവർ എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാർ, പത്രോസ് മുതലുള്ള 11 പേരും പിന്നെ അവർ 1-ാം അധ്യായത്തിൽ തിരഞ്ഞെടുത്ത ആ വ്യക്തിയും, അതാണ് 12 പേര്. അവരെന്ത് ചെയ്തു? ശിഷ്യന്മാരെ, സഭയിലുള്ളവരെല്ലാം വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ ജോലി എന്താണ്? പ്രാർത്ഥനയും വചനപ്രസംഗവും. ഞങ്ങൾ ഈ സാമ്പാർ ഇഡലിയൊക്കെ എടുത്ത് ഇതിനിടയിൽ പോയി ശുശ്രൂഷിക്കുന്നത് ശരിയല്ല. അപ്പം എന്ത് ചെയ്യണം? അടുത്ത വാക്യം. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ്? ആത്മീയ കാര്യങ്ങളല്ലാത്ത സേവനം ചെയ്യുവാൻ. അങ്ങനെയുള്ളവരെയാണ് പുതിയ നിയമത്തിൽ ശുശ്രൂഷകന്മാരെന്ന് പറയുന്നത്. നമ്മൾ 1 തിമോത്തി 3-ാം അധ്യായം എടുത്ത് പഠിക്കുമ്പോൾ സഭയിലെ ഔദ്യോഗിക നേതൃത്വം 2 കൂട്ടരാണ്. ഒന്ന് മൂപ്പന്മാരെന്ന് പറയുന്നത്, അവരെയാണ് പാസ്റ്റർമാരെന്ന് നമ്മൾ വിളിക്കുന്നത്. ബൈബിളിൽ അങ്ങനല്ല, മൂപ്പന്മാരെന്നാണ് വിളിച്ചിരിക്കുന്നത്. പാസ്റ്റർ ഒരൊറ്റ വാക്യത്തിലേ ഉള്ളൂ എഫീസ്യ ലേഖനത്തിൽ. അപ്പം മൂപ്പന്മാർ അവർ ആത്മീയ ശുശ്രൂഷയൊക്കെ ചെയ്യുന്നവർ, പ്രസംഗിക്കുന്നവർ അല്ലേ, ആത്മാക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നവർ. രണ്ടാമത്തെ ഒരു കൂട്ടരുണ്ട്, ഡീക്കൺ എന്ന് പറയും. അതിന് മലയാളത്തിൽ ശുശ്രൂഷകന്മാരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പൊതുവെ എല്ലാവരെയും ശുശ്രൂഷകന്മാരെന്നാണ് വിളിക്കുന്നത് അല്ലേ, എല്ലാ ദൈവദാസന്മാരെയും ശുശ്രൂഷകന്മാരെന്ന് വിളിക്കുന്നത്. പക്ഷെ ബൈബിൾ അങ്ങനല്ല. ആത്മീയ കാര്യം അല്ലാത്ത, ഇപ്പം നമ്മുടെ സഭയുടെ ആലയത്തിൻ്റെ കക്കൂസ് പൊട്ടിക്കിടക്കുന്നു, അല്ലെ പൈപ്പ് നന്നാക്കണം, അല്ലേ ഇലക്ട്രിക് കാര്യങ്ങൾ ചെയ്യണം, ഇതൊക്കെ ചെയ്യുന്നവരെയാണ് ഡീക്കൺസ് എന്ന് വിളിക്കുന്നത്. പക്ഷെ അങ്ങനത്തെ വേല അല്ലേ, ഇപ്പം ഇവിടെ എന്താണ്, വിധവമാർക്ക് ഇഡലിയും സാമ്പാറും കൊടുക്കണം, അങ്ങനെ ചെയ്യേണ്ടവർക്ക് ഈ അപ്പോസ്തലന്മാർ കൊടുത്ത മാനദണ്ഡം എന്താണ്? നല്ലപോലെ കറിയൊക്കെ വെക്കാൻ അറിയണം എന്നാണ് അവിടെ പറഞ്ഞത്. 7 പേരെ കണ്ടുപിടിക്കണം. എന്തോ മാനദണ്ഡം അവിടെ പറഞ്ഞേ? ആത്മനിറവുള്ളവരായിരിക്കണമെന്ന്. ഇതിനെന്തിനാ ആത്മനിറവ്? അപ്പൊ കണ്ടോ, ഈ ശുശ്രൂഷ അയ്യോ പ്രസംഗമൊന്നും ഇല്ലല്ലോ, പ്രാർത്ഥനയൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ആരും തുച്ഛീകരിക്കാനല്ല. എല്ലാം ആത്മീയ ശുശ്രൂഷയാണ്. അത് ഭക്ഷണം വിളമ്പുന്നതിൽ പോലും നമ്മൾ ആത്മനിറവോടുകൂടെ ആയിരിക്കണം, എങ്കിലേ സ്നേഹത്തിലൊക്കെ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം കണ്ടോ, ആത്മനിറവും ജ്ഞാനവും ഒക്കെ ഉള്ള 7 പേര് നിങ്ങൾ കണ്ടുപിടിച്ചോണ്ട് വാ എന്ന് പറഞ്ഞു. എന്നിട്ട് അടുത്ത വാക്യം. അതാണ് ആത്മീയ നേതാക്കന്മാർ. പ്രാർത്ഥനയിലും വചന ധ്യാനത്തിലും ഉറ്റിരിക്കുന്നവർ. ആ പേരുകൾ അങ്ങ് വിടാം. അത്രയും പേരെ കൈവച്ചു. കണ്ടോ, അപ്പൊ ഡീക്കൺസ് ശുശ്രൂഷകന്മാരെ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ച് പ്രതിഷ്ഠിക്കുവാൻ വേണ്ടി അപ്പോസ്തലന്മാർ അവരുടെ തലയിൽ കൈവച്ചു. നിങ്ങളെ ഈ ശുശ്രൂഷ ഭരമേൽപ്പിക്കുന്നു. അപ്പൊ കണ്ടോ, സഭയ്ക്കകത്ത് ആത്മീയ കാര്യങ്ങളല്ലാത്ത ഭൗതിക കാര്യങ്ങൾ ശുശ്രൂഷ ചെയ്യുന്ന ഡീക്കൺസ് അല്ലെങ്കിൽ ശുശ്രൂഷകന്മാരെ വേർതിരിക്കുവാൻ കൈവപ്പ് ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ വചനത്തിൽ കാണുന്നു. ഇനി അപ്പോസ്തല പ്രവൃത്തികൾ 14:23. ഇവിടെ ഈ വാക്യത്തില് മൂപ്പന്മാരെ നിയമിക്കുകയും എന്ന് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് യവന ഭാഷയിൽ കൈ നീട്ടി എന്നാണ്. അത് മലയാളത്തിൽ നമുക്കത് വായിച്ചാൽ മനസ്സിലാകത്തില്ല. യവന ഭാഷയിൽ കൈ നീട്ടി എന്നാണ് എൻ്റെ അർത്ഥം. അത് മലയാളത്തിൽ നിയമിച്ചു എന്നങ്ങായിപ്പോയെന്നേ ഉള്ളൂ. കൈ നീട്ടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തിനാ കൈ നീട്ടുന്നത്? തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് പ്രതിഷ്ഠിക്കാൻ. പക്ഷെ ഇവിടെ ആരെയാ പ്രതിഷ്ഠിച്ച്? ശുശ്രൂഷകന്മാർ, നേരത്തെ പറഞ്ഞ ഡീക്കന്മാരല്ല. ഓരോ സഭകളിലും ഈ അവർ എന്ന് പറഞ്ഞിരിക്കുന്നത് പൗലോസും ബർണബാസിൻ്റെയും കാര്യമാണ്. അവർ മൂപ്പന്മാരെ, നമ്മൾ പറയുന്ന പാസ്റ്റർമാരെ നിയമിച്ച് അവർക്ക് ആ ശുശ്രൂഷ
ഭരമേൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ സഭയ്ക്കകത്തെ ശുശ്രൂഷകന്മാർ രണ്ടു കൂട്ടരും, മൂപ്പന്മാരാകട്ടെ ഡീക്കന്മാരാകട്ടെ, രണ്ടുപേരെയും ആ ശുശ്രൂഷയിലേക്ക് ഇറക്കി വിടുന്നത്, അങ്ങ് വേർതിരിച്ച് പ്രതിഷ്ഠിക്കുന്നത് എന്തിലൂടെയാണ്? കൈവപ്പ് ശുശ്രൂഷയിലാണ്. ഇനി ശുശ്രൂഷകന്മാർ വേറൊരു കൂട്ടരുണ്ട്, സഭയ്ക്ക് പുറത്ത് ശുശ്രൂഷിക്കുന്നവർ, അല്ലേ? ആ കൂട്ടരെ നമുക്ക് കാണാം. അപ്പോസ്തല പ്രവൃത്തികൾ 13:1-3. അന്ത്യോക്യയിലെ സഭയിൽ ആ ബർന്നബാസ്, ആ ലീഗ് എന്നു പേരുള്ള ശിമോൻ, ആ കുറേനക്കാരനായ ലുക്യോസ്, ഇടപ്രഭുവായ ഹേരോദാവോട് കൂടെ വളർന്ന മനായേൽ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അന്ത്യോക്യ സഭയിലെ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ചും ആ ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ബർന്നബാസിനെയും ആ ശൗലിനെയും ആ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് ആ അവരെ എനിക്ക് വേർതിരിപ്പിൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ബർന്നബാസിനെയും പൗലോസിനെയും എന്ത് ചെയ്യണം? ഞാൻ വിളിച്ചിരിക്കുന്ന വേലക്കായിട്ട് വേർതിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു. പ്രവചനത്തിലൂടെ ആയിരിക്കും പറഞ്ഞത്. അപ്പൊ അടുത്ത വാക്യം. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അതിന് മറുപടിയായിട്ട് അവർ വീണ്ടും ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. ഇങ്ങനെയാണ് പൗലോസും ബർന്നബാസും തങ്ങളുടെ മിഷനറി യാത്ര തുടങ്ങുന്നത്. സഭ സ്ഥാപിക്കപ്പെടാത്ത സ്ഥലങ്ങളിൽ പോയി ശുശ്രൂഷ ചെയ്ത് പുതിയ പുതിയ വിശ്വാസികളെയും സഭകളെയും സ്ഥാപിക്കുന്ന മിഷനറി പ്രവർത്തനം ആരംഭിക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ അവര് സഭയ്ക്കകത്തെ മൂപ്പന്മാരുമല്ല ഡീക്കന്മാരുമല്ല, അല്ലേ? ഇത് മൂന്നാമത്തെ കൂട്ടരാണ്. അങ്ങനെയുള്ളവരെ വേർതിരിക്കുമ്പോഴും ഈ കൈവപ്പ് ശുശ്രൂഷ. അപ്പൊ ശുശ്രൂഷയിലേക്ക് ഒരു വ്യക്തിയെ വേർതിരിക്കുവാൻ നമ്മൾ ഏത് ശുശ്രൂഷയിലോട്ട് ഇറങ്ങുകയാണേലും അവിടെ ഒരു കൈവപ്പ് ശുശ്രൂഷ നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? അത് വേഗത്തിൽ ചെയ്യരുതെന്നാണ് 1 തിമോത്തി 5:22 പറഞ്ഞു. 1 തിമോത്തി 5:22. വേഗത്തിൽ കൈവെക്കരുത്. തിമോത്തിയോസിനോട് പൗലോസ് പറയുകയാണ്, നീ അവിടെ മൂപ്പന്മാരെയൊക്കെ സ്ഥാപിക്കണം. അത് നിങ്ങൾ വീട്ടിൽ പോയിട്ട് 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അറിയാം. ആ പശ്ചാത്തലം മൂപ്പന്മാരെ കുറിച്ചാണ്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഒരുത്തനെ വേഗത്തിലൊന്നും പിടിച്ച് മൂപ്പനാക്കരുത്, അല്ലേ? കണ്ണി കണ്ട ഉടനെ അയാൾ കൊള്ളാലോ, പ്രസംഗിക്കാൻ കൊള്ളാം, പിടിച്ചങ്ങ് മൂപ്പനാക്കാം, അങ്ങനെ ചെയ്യരുത്. കാരണം അപ്പൊ ഈ കൈവപ്പ് ശുശ്രൂഷയിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഒരാളെ ഭരമേൽപ്പിച്ച് ശുശ്രൂഷയിൽ ഇറക്കുമ്പം അയാൾ ശരിയായിട്ട് യോഗ്യനായ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ പാപമൊക്കെ നമ്മുടെ തലയിലും വരും, അല്ലേ? ആ ഒരു ഉത്തരവാദിത്തം എൻ്റെ തലയിലും വരും, ഞാൻ കയറി ഒരുത്തിനെ. അപ്പൊ തിമോത്തിയോസിനോട് പൗലോസ് പറയാണ്, അങ്ങനെ വേഗത്തിലൊന്നും ചെയ്യരുത്. അത് ശുശ്രൂഷകന്മാർ ഡീക്കന്മാരുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. 1 തിമോത്തി 3:10 വായിച്ചേ. ഈ അവരെന്ന് പറഞ്ഞിരിക്കുന്നത് ശുശ്രൂഷകന്മാർ അല്ലെങ്കിൽ ഡീക്കന്മാരുടെ കാര്യമാണ്. അവരെ ആദ്യം പരീക്ഷിക്കണം. അനിന്യരായി കണ്ടാലേ, അപ്പൊ പരീക്ഷയൊക്കെ കിട്ടുമെന്ന് ടെസ്റ്റൊക്കെ ചെയ്യണം. ഇവർ കൊള്ളാമോ, ഇത് ഈ ശുശ്രൂഷ ഭരമേൽപ്പിക്കുക. അപ്പൊ ഏത് ശുശ്രൂഷ? നേരത്തെ പറഞ്ഞ പോലെ സാമ്പാർ വിളമ്പുന്ന ശുശ്രൂഷ ചെയ്ത്, അല്ലേ? ഭൗതികമായ കാര്യങ്ങൾ. കാരണം മൂപ്പന്മാർ അല്ലെങ്കിൽ ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നവർ വചനം വായിക്കുകയും പ്രാർത്ഥനയും ചെയ്ത് അവരതിൻ്റെ പുറകെ നടക്കട്ടെ, ഇതൊക്കെ നമ്മൾ ചെയ്യാം, അപ്പോൾ അവരതിൻ്റെ പുറകെ പൊക്കോളും എന്ന് പറയുമ്പോൾ മറ്റല്ലറ ചില്ലറ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ശുശ്രൂഷകന്മാരാണ് ഈ ശുശ്രൂഷകന്മാർ. അവരെ പോലും ആദ്യം എന്ത് ചെയ്യണം? പരീക്ഷിക്കണം. അയ്യോ, എന്തോ പരീക്ഷിക്കുന്നു, അല്ലേ? സാമ്പാർ വിളമ്പാനും കറണ്ട് പോയാൽ കറണ്ട് ഇടാനും ഇതൊക്കെ ആത്മീയ ശുശ്രൂഷകളാണ്. ഇതൊക്കെ ഭൗതിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് ഈ ശുശ്രൂഷകന്മാരെങ്കിലും അപ്പോസ്തലന്മാർ ഇതെല്ലാം പരീക്ഷിച്ചിട്ടേ ചെയ്യത്തുള്ളൂ. മൂപ്പന്മാരുടെ കാര്യത്തിലും പറയുന്നുണ്ട്, പുതുവിശ്വാസിയാകരുത്, അല്ലേ? ചില സഭകളിലൊക്കെ ഞാൻ ചെല്ലുമ്പം 25 വയസ്സുള്ള ഒരു പയ്യൻ 1 വർഷം മുമ്പ് രക്ഷിക്കപ്പെട്ടു, ഇന്ന് പാസ്റ്ററാണ്, അല്ലേ? ഒരുപാട് വളരെ പേര് കേട്ട സ്റ്റേജിൽ കയറുന്നവന്മാർ തൊട്ടുണ്ട്, അല്ലേ? 10 വർഷം പോലും ക്രിസ്തുവിൽ വളർന്നിട്ടില്ലാത്തവരൊക്കെ ഏതോ ഒരു അഭിഷേകം കിട്ടി തലയെ കൈവച്ചാൽ ഉടനെ അത്ഭുതം നടക്കും, പാസ്റ്ററാണ്. അത്ഭുതം പ്രവർത്തിച്ചോണ്ട് നടക്കട്ടെ. വീര്യപ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ കൃപാവരം നമ്മൾ പഠിച്ചല്ലോ. അത് വീര്യപ്രവർത്തികൾ ചെയ്യാനുള്ള കൃപാവരമായുള്ളൂ, മൂപ്പനാവാനുള്ള ആത്മീയ പക്വതയായിട്ടില്ല. നമ്മൾ പരീക്ഷണമൊന്നുമില്ല. നമ്മൾ ഒരുത്തിന് പ്രസംഗിക്കാൻ അറിയാം, ഒരുത്തിന് വീര്യപ്രവർത്തി ചെയ്യാൻ അറിയാം, സ്റ്റേജിൽ കയറിക്കോ തട്ടേ കയറിക്കോ പാസ്റ്ററായി, അല്ലേ? അത് പാടില്ല. അതുകൊണ്ടാണ് പല സഭകളും തകർന്നു പോകുന്നത്. അപ്പം മൂപ്പന്മാരാകട്ടെ ശുശ്രൂഷകന്മാരാകട്ടെ ഇവർക്കൊക്കെ മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. അത് നോക്കി പരീക്ഷിച്ച് അനിന്യരാണേലേ തലേ കൈവെക്കാവുള്ളൂ, ഇല്ലെങ്കിൽ പാപമൊക്കെ പിടിച്ചു പറ്റും, അല്ലേ? അപ്പം നിങ്ങൾക്കിത് അറിയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ
ശുശ്രൂഷയിലേക്ക് വേർതിരിക്കുവാനുള്ള, പ്രതിഷ്ഠിക്കുവാനുള്ള മുഖാന്തരമായിട്ടും നമ്മൾ കൈവപ്പ് ശുശ്രൂഷയെ കാണുന്നു. ഇനി അഞ്ചാമതായിട്ടുള്ളത് നമ്മളധികം ധ്യാനിക്കേണ്ട ആവശ്യമില്ല. യേശു ക്രിസ്തു കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ വാവകളാണ്. അവിടെ വാവകളെ അനുഗ്രഹിക്കാനും ഈ കൈവപ്പ് ശുശ്രൂഷ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നു. മത്തായി 19:13-15, മർക്കോസ് 10:16 നമുക്ക് വായിക്കാം. അവൻ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതിന് ചില ശിശുക്കളെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാർ അവനെ വിലക്കി. യേശുവോ, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്, സ്വർഗ്ഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവരുടെ മേൽ കൈവച്ചു. പിന്നെ അവിടെ നിന്ന് യാത്രയായി. മർക്കോസ് 10:16. പിന്നെ അവൻ അവരെ അണച്ച് അവരുടെ മേൽ കൈവച്ചു, അവരെ അനുഗ്രഹിച്ചു. അപ്പൊ യേശുക്രിസ്തു കുഞ്ഞുങ്ങളെ, ശിശുക്കളെ കൈവച്ച് അനുഗ്രഹിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഈ 5 കാര്യങ്ങൾ ഓടിച്ച് ഞാൻ ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മിക്കട്ടെ. ഒന്നാമതായിട്ട് നമ്മൾ കണ്ടു, ആത്മസ്നാനം പ്രാപിക്കുവാൻ കൈവപ്പ് ശുശ്രൂഷ കടന്നു വരുന്നു, അല്ലേ? ആത്മസ്നാനം പ്രാപിക്കുവാനുള്ള മുഖാന്തരമാണ്. രണ്ടാമതായിട്ട് കൃപാവരങ്ങൾ ലഭിക്കുവാനുള്ള മുഖാന്തരമാണ് കൈവപ്പ് ശുശ്രൂഷ. മൂന്നാമതായിട്ട് നമ്മൾ കണ്ടു, ഈ കൃപാവരങ്ങളിൽ തന്നെ സൗഖ്യത്തിൻ്റെ കൃപാവരം പ്രവർത്തിക്കുമ്പോൾ കൈവപ്പ് ശുശ്രൂഷ കടന്നു വരുന്നു. നാലാമതായിട്ട് നമ്മൾ കണ്ടു, ശുശ്രൂഷകൾ, അത് സഭയ്ക്കകത്തെ ഡീക്കന്മാരാകട്ടെ, മൂപ്പന്മാരാകട്ടെ, പുറത്തു പോകുന്ന മിഷണറിമാരാകട്ടെ, ഇവരെ എല്ലാം വേർതിരിച്ച് ആ ശുശ്രൂഷയിൽ പ്രതിഷ്ഠിക്കുവാൻ കൈവപ്പ് ശുശ്രൂഷ കടന്നു വരുന്നു. അഞ്ചാമതായിട്ട് ശിശുക്കളെ കൈവച്ച് അനുഗ്രഹിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ പുതിയ നിയമത്തിൽ കൈവപ്പ് ശുശ്രൂഷ. അപ്പോൾ ആദ്യം ചോദ്യം ചോദിക്കട്ടെ, ഇതെന്തിനാണ് അടിസ്ഥാന ഉപദേശമാക്കി വെച്ചിരിക്കുന്നത്? ഇത് അങ്ങനെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമാണോ? എല്ലാ വിശ്വാസികളും, ഇപ്പം നിങ്ങളൊക്കെ പുതുതായിട്ട് വിശ്വാസം തോന്നുന്നവർ ഇതൊക്കെ വന്ന് പഠിപ്പിക്കണം? ഇത്രയും കഷ്ടപ്പെട്ട് ദൂരെ നിന്നൊക്കെ വന്ന് ഇത് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലേ? ഈ 5 കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അങ്ങനെ പെട്ടെന്നൊന്നും ഇതെന്താണ്, ഇതുപോലെ ശുശ്രൂഷയിൽ പോകുന്നവർക്കോ ബൈബിൾ സ്കൂളിലോ എല്ലാം പഠിപ്പിച്ചാൽ പോരെ എന്ന് നമ്മൾ ചിന്തിക്കും. അവിടാണ് ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ശരിയായ ബോധമുള്ളവരായിരിക്കണമെന്ന് പറയുന്നത്. എന്താണ് ക്രിസ്തീയ ജീവിതം? ഇപ്പം തന്നെ നമ്മൾ ഈ എബ്രായ ലേഖനം, നിങ്ങൾ ആ 1-ാമത്തെ വാക്യം നോക്കി, എബ്രായർ 6:1, അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്ന് ചിന്തിച്ച്. 1-ാമത് പറഞ്ഞിരിക്കുകയാണ് നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള മാനസാന്തരം. പിന്നീട് പറഞ്ഞിരിക്കുകയാണ് വിശ്വാസം, അല്ലേ? ദൈവത്തിങ്കിലുള്ള വിശ്വാസം. അത് രണ്ടും രക്ഷിക്കപ്പെടുന്നതിനെ സൂചിപ്പിക്കുന്നു, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭത്തെ സൂചിപ്പിക്കുന്നു, അല്ലേ? നമ്മൾ മാനസാന്തരപ്പെട്ട് വിശ്വസിച്ച് ക്രിസ്തീയ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഇനി അവസാനം പറഞ്ഞിരിക്കുന്ന 2 നോക്കിക്കേ, മരിച്ചവരുടെ പുനരുത്ഥാനവും നിത്യശിക്ഷാവിധിയും. ഇതൊക്കെ എന്തിനെ സൂചിപ്പിക്കുന്നു? അവസാന കാലത്തെ സൂചിപ്പിക്കുന്നു, അല്ലേ? ഈ ഇടയ്ക്കുള്ളത് എന്തുവാ? ഇടയ്ക്കുള്ള 2 കാര്യങ്ങൾ, സ്നാനങ്ങളുടെ ഉപദേശവും കൈവെപ്പും. അപ്പോൾ തുടക്കം പറഞ്ഞിരിക്കുന്നത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭവും, ഒടുക്കം പറഞ്ഞിരിക്കുന്ന ക്രിസ്തീയ ജീവിതത്തിൻ്റെ അന്ത്യമാണ്. ഈ നടുക്കുള്ളത് എന്തോ ആയിരിക്കും? യുക്തമായിട്ട് ചിന്തിച്ച ക്രിസ്തീയ ജീവിതമെന്ന് നമ്മൾ പറയുന്ന ഈ വർത്തമാനകാല ജീവിതമായിരിക്കും, അല്ലേ? അതിനെ സൂചിപ്പിക്കുവാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങൾ ചിന്തിച്ച്, സ്നാനങ്ങളും കൈവെപ്പും. അപ്പോൾ കൈവെപ്പ് നമ്മൾ ചിന്തിക്കുന്ന പോലെ ചുമ്മാ കൈവച്ചു ശുശ്രൂഷക്കിറക്കി എന്നുള്ളതല്ല, അല്ലേ? എന്തൊക്കെയാണ് ക്രിസ്തീയ ജീവിതം? അതായത് നമ്മൾ രക്ഷിക്കപ്പെട്ടു, ഇനി കർത്താവ് മടങ്ങി വരുവാൻ വേണ്ടി നമ്മൾ കാക്കുന്നു. ഈ കാലയളവിൽ എന്തായിരിക്കണം ഒരു ക്രിസ്തീയ ഭക്തൻ്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്? അവൻ ജലസ്നാനം ഏറ്റ് ജീവൻ്റെ പുതുക്കത്തിലേക്ക് കടന്നു വരുന്നു, ആത്മസ്നാനം പ്രാപിച്ച് വിശുദ്ധിയിൽ നടക്കുകയും കൃപാവരങ്ങൾ ജ്വലിപ്പിച്ച് അന്യോന്യം ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. പലപ്പോഴും ഈ വർത്തമാന ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് വ്യക്തികളോട് ചോദിക്കുമ്പോൾ അവർക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ, ഞാനും ദൈവമായിട്ടുള്ള ബന്ധം. അത് പകുതിയേ ഉള്ളൂ, അല്ലേ? നമ്മൾ രക്ഷിക്കപ്പെട്ട് സൽപ്രവർത്തികൾ ചെയ്യണമെന്ന് കർത്താവ് പറയുമ്പോൾ 2 തരത്തിലുള്ള സൽപ്രവർത്തികളുണ്ട്. ഒന്ന്, ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വ്യക്തിപരമായിട്ട് ഞാൻ ഭക്തിയുടെ സൽപ്രവർത്തികൾ ചെയ്യണം. എന്നാൽ അത് മാത്രമല്ല ക്രിസ്തീയ ജീവിതം. പിന്നീട് എന്താണ്? ഞാനും എൻ്റെ സഹവിശ്വാസികളുമായിട്ട് നിന്നെപ്പോലെ നിൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കണം എന്നുള്ള ആ വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? കൃപാവരങ്ങൾ ജ്വലിപ്പിച്ച് അന്യോന്യം ശുശ്രൂഷിക്കണം. അപ്പോൾ ഭക്തിയുടെ സൽപ്രവർത്തികളോടൊപ്പം ശുശ്രൂഷയുടെ സൽപ്രവർത്തികളും എല്ലാ വിശ്വാസികൾക്കും വേണം. അല്ലാതെ ശുശ്രൂഷയിൽ ഇറങ്ങിയിരിക്കുന്ന 4-5 പേർക്ക് മാത്രമല്ല. അപ്പോൾ കണ്ടോ, ശരിയായ ആരോഗ്യപരമായ ക്രിസ്തീയ ജീവിതത്തിൽ ഈ 2 തലവുണ്ട്. ഞാനും ദൈവമായിട്ടുള്ള ബന്ധം, ഞാനും കൂട്ടുകാരനുമായിട്ടുള്ള ബന്ധം. ഞാനും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വിശുദ്ധി,
ഞാനും എൻ്റെ കൂട്ടു സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ശുശ്രൂഷ. അവിടെയാണ് ആത്മസ്നാനത്തിൽ കൃപാവരങ്ങൾ ജ്വലിപ്പിച്ച് അന്യോന്യം ശുശ്രൂഷിക്കണം. അപ്പോൾ ഈ കൈവപ്പ് സൂചിപ്പിക്കുന്ന എന്തിനെയാണ്? അന്യോന്യമുള്ള ശുശ്രൂഷ. അതുകൊണ്ടാണ് അത് എല്ലാ വിശ്വാസികളുടെയും അടിസ്ഥാനമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് അടിസ്ഥാന ഉപദേശമാണ്. കാരണം എല്ലാ വിശ്വാസികളും ശുശ്രൂഷിക്കാൻ മനോഭാവമുള്ള ഒരു സേവകനായിരിക്കണം. അല്ലാതെ ഞാൻ വിശുദ്ധിയിലൊക്കെ ജീവിച്ചോളാം, വീട്ടിൽ പോയി പ്രാർത്ഥിച്ചോളാം, പിന്നെ സഭയെ വന്ന് വെറുതെ ഇങ്ങനെ മിണ്ടാതിരുന്നുള്ളൂ. അങ്ങനെയാണ് ഈ ക്രിസ്തീയ സഭ ഇങ്ങനെ വഴിപിഴച്ചു പോയത്. കുറച്ച് പേര് മാത്രം ഇങ്ങനെ ശുശ്രൂഷയൊക്കെ ചെയ്ത് സ്റ്റേജ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതല്ല പുതിയ നിയമത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്ന ക്രിസ്തീയ ജീവിതം. പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവസഭ എല്ലാവരും ശുശ്രൂഷിക്കുന്ന ഒരു ശരീരമാണ്. അല്ലെ, ഇപ്പം എൻ്റെ ശരീരത്തിൽ തലച്ചോറും ഹൃദയവും മാത്രം പ്രവർത്തിക്കുന്നുണ്ട്, ബാക്കി ഒന്നും പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഞാൻ കട്ടിലേ കിടക്കും. അല്ലേ, കോമയെന്നൊക്കെ പറയുക ചിലർ. തലച്ചോറൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, ഹൃദയവും പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷെ ഒരു ഗുണവും ഇല്ല, സ്വന്തമായിട്ടൊരു ഗുണവും ഇല്ല, മറ്റുള്ളവർക്കും ഒരു ഗുണവും ഇല്ല. അങ്ങനെ ചുമ്മാ ജീവശവം പോലെ കിടക്കുന്ന വിശ്വാസികളാണ് ഒരു ബഹുഭൂരിപക്ഷവും. അല്ലേ, അപ്പം നിങ്ങൾ ഈ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ എന്താണെന്ന് മനസ്സിലാക്കി ആ ശുശ്രൂഷ നിങ്ങൾ ചെയ്യണം. അതിന് എന്ത് ചെയ്യണം? കൈവപ്പിലൂടെ ആത്മസ്നാനം പ്രാപിക്കണം, കൈവപ്പിലൂടെ കൃപാവരങ്ങൾ പ്രാപിക്കണം. ആ കൃപാവരങ്ങളിൽ നിങ്ങൾ അന്യോന്യം ശുശ്രൂഷിക്കണം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ഈ കൈവപ്പ് അടിസ്ഥാനപരമായ ഉപദേശമായിട്ട് ഇവിടെ ലേഖനകർത്താവ് പറഞ്ഞിരിക്കുന്നത്. കാരണം ക്രിസ്തീയ ജീവിതം എന്താണ്? സൽപ്രവർത്തികളുടെ ജീവിതമാണ്. വീണ്ടും പറയാണ്, 2 തരത്തിലുള്ള സൽപ്രവർത്തികളുണ്ട്. ശുശ്രൂഷയുടെ സൽപ്രവർത്തികളും ഭക്തിയുടെ സൽപ്രവർത്തികളും. അത് രണ്ടിലും നമ്മൾ ശുഷ്കാന്തിയുള്ള ഒരു ജനമായിരിക്കണം. അവസാനമായിട്ട് ഒരു വാക്യം 1 യോഹന്നാൻ 4:20. 1 യോഹന്നാൻ 4:20 പറയുന്നത്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. എല്ലാവരും കേട്ടോ? അത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന കൂട്ടു സഹോദരങ്ങളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, പക്ഷെ കാണാത്ത സ്വർഗത്തിൽ എവിടെയോ ഇരിക്കുന്ന ഒരു ദൈവത്തെ ആത്മാവിൽ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോസ്തലൻ വ്യക്തമായിട്ട് പറയും പച്ചക്കള്ളം. കണ്ടോ? ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്, സഹോദരനെ പകയ്ക്കുകയും ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന വലിയ കൊമ്പത്തെ ഭക്തന്മാർ കള്ളന്മാരാകുന്നു. അപ്പോൾ കണ്ടോ, ക്രിസ്തീയ ജീവിതത്തിൽ ഇത് രണ്ടും വേണം. ദൈവത്തെയും സ്നേഹിക്കണം, സഹോദരനെയും സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നതുകൊണ്ട് വ്യക്തിപരമായ ജീവിതത്തിൽ ഭക്തി എന്ന് പറയുമ്പോൾ പ്രാർത്ഥന, വിശുദ്ധി, അനുസരണമെല്ലാം, ഞാനും ദൈവമായിട്ടുള്ള ബന്ധം. സഹോദരൻ, സഹോദരി, അല്ലേ, നമ്മുടെ കൂട്ടുകാരെന്ന് പറയുമ്പോൾ വിശ്വാസികൾ അല്ല, അവിശ്വാസികൾ എല്ലാവരും ഉണ്ട്. മറ്റു മനുഷ്യരെല്ലാവരും കടന്നു വരും. അവരെയും സ്നേഹിച്ച് അവരോടും നമ്മൾ ശുശ്രൂഷ ചെയ്യണം. ഈ 2 കാര്യത്തിലും സൽപ്രവർത്തികൾ ചെയ്ത് ദൈവത്തെ മഹത്വീകരിക്കാൻ വിളിക്കപ്പെട്ട ജനമാണ് ദൈവസഭ. അതുകൊണ്ടാണ് ഈ കൈവപ്പ് അടിസ്ഥാന ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ആത്മസ്നാനത്തിനായിട്ടും കൃപാവരങ്ങൾക്കായിട്ടും ശുശ്രൂഷിക്കുവാൻ അലസതയൊക്കെ മാറി, മടിയൊക്കെ മാറ്റി, അതിനൊരു മനോഭാവം, അതിനൊരു സമർപ്പണം തരണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാം. നമ്മൾ കണ്ടിട്ടുള്ള സഭാ പാരമ്പര്യങ്ങളൊന്നും ഇങ്ങനെ അല്ല. ഉണർന്ന് എഴുന്നേറ്റ് സഹോദരനെയും സഹോദരിയെയും ശുശ്രൂഷിക്കുവാൻ ഞാൻ തയ്യാറാണെന്നുള്ളൊരു മനോഭാവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ കർത്താവെ, കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം കർത്താവെ. സൽപ്രവർത്തികൾക്ക് ശുഷ്കാന്തിയുള്ളൊരു ജനത്തെ മെനയുവാനായിട്ട് കർത്താവെ, നീ ഞങ്ങളെ രക്ഷിച്ചിരിക്കുന്നുവെന്ന് ഞങ്ങൾ വചനത്തിൽ വായിക്കുന്നത് പോലെ, ദൈവമായ കർത്താവെ, വ്യക്തിപരമായ ജീവിതത്തിൽ ഭക്തിയുടെയും വിശുദ്ധിയുടെയും സൽപ്രവർത്തികളിൽ ഞങ്ങൾ വിളങ്ങുമ്പോൾ തന്നെ കർത്താവെ, അന്യോന്യമുള്ള സ്നേഹത്തിലും ശുശ്രൂഷയിലും സൽപ്രവർത്തികളാൽ കർത്താവെ വളരുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കൊരു ശുശ്രൂഷ, ഞങ്ങൾക്കൊരു ദൗത്യം നീ വെച്ചിട്ടുണ്ടെന്നുള്ള ആ ബോധ്യം ഞങ്ങൾക്ക് നീ തരണമേ. അത് നിവർത്തിപ്പാൻ ആഴത്തിൽ കർത്താവ് ഞങ്ങളുടെ ഉള്ളത്തിലൊരു തീക്ഷ്ണത നീ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എരിവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ.
കർത്താവ്, ഇവിടെ കടന്നു വന്നിരിക്കുന്ന സകലരെയും നീ അനുഗ്രഹിക്കണമേ, ആത്മസ്നാനത്താൽ നിറയ്ക്കണമേ, കൃപാവരങ്ങളാൽ ജ്വലിച്ച് ഞങ്ങൾ അന്യോന്യം ശുശ്രൂഷിക്കുന്ന ശരിയായ ഒരു ശരീരമായിട്ട് ഞങ്ങൾ രൂപാന്തരപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. 1-2 പേർ മാത്രം ശുശ്രൂഷയിൽ ശ്രദ്ധിക്കുന്ന ഒരു കൂട്ടമാകാതെ എല്ലാവരും അവർക്ക് നൽകിയിരിക്കുന്ന കൃപാവരങ്ങൾക്കൊത്തവണ്ണം ശരീരത്തെ ശുശ്രൂഷിക്കുന്നവരായി മാറണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേൾപ്പിച്ച ഈ വചനത്തിനായിട്ട് സ്തോത്രം കർത്താവ്. ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന കൃപാവരങ്ങൾക്കൊത്തവണ്ണം സഹോദരനെ സ്നേഹിപ്പാനും സേവിപ്പാനും ഞങ്ങൾക്ക് നീ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഈ വചനധ്യാനത്തെ നീ തുടർന്നും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് കടന്നു വരാൻ കഴിയാത്ത സഹോദരങ്ങളെല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന സകല വിശ്വാസികളെയും നിന്റെ കരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാം പ്രയാസങ്ങളും പ്രശ്നങ്ങളും നീ അറിയുന്നല്ലോ കർത്താവെ. നിന്റെ ദയയാൽ കർത്താവെ നീ അവരെ മൂടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പരിച പോലെ കർത്താവെ നീ നിന്റെ ദയയാൽ അവരെ മൂടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ കടന്നു പോകുന്ന വ്യക്തിപരമായ മാനസിക ക്ലേശങ്ങളിലും കുടുംബ പ്രശ്നങ്ങളിലും എല്ലാം ദൈവത്തിൽ വിശ്വസിച്ച് മഹത്വം കാണുവാൻ, സമാധാനം പ്രാപിക്കുവാൻ, ദൈവിക വിടുതൽ പ്രാപിക്കുവാൻ നീയായിട്ട് അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യം പകർന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നും ഞങ്ങൾക്ക് കർത്താവെ കൂട്ടായ്മ ആചരിക്കുവാനും സഭായോഗങ്ങളുടെ ഭാഗമാകുവാനും ആരാധിക്കുവാനും എല്ലാം കർത്താവെ നീയായിട്ട് സാവകാശം ഒരുക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഈ സ്റ്റഡി പൂർത്തീകരിക്കുവാൻ കർത്താവെ നീയായിട്ട് ഇനിയും കൃപ നൽകണമേ. പഠിക്കുന്ന വചനങ്ങൾ കർത്താവെ ഞങ്ങളുടെ ഉള്ളത്തിൽ ക്രിയ ചെയ്ത് കർത്താവെ ആരോഗ്യപൂർണമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് നീ തന്നെ ഞങ്ങളോട് കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സകല മാനവും മഹത്വം അങ്ങേക്ക് തന്നെ കരയേറ്റുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.